Alhamdulillah, nahmadullah wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna Muhammadan abduhu wa rasuluhu arsalahu bil huda wa dinil haqq liyudhhirahu 'ala ad-din kullihi walau karihal mushrikun. Allahumma salli 'ala Muhammadin wa 'ala ali Muhammad kama sallaita 'ala Ibrahim wa 'ala ali Ibrahim. Allahumma barik 'ala Muhammadin wa 'ala ali Muhammad كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس اتقوا الله عباد الله. أعوذ بالله السميع العليم من الشيطان الرجيم. وَلَقَدْ خَلَقْنَا الْإِنسَانَ وَنَعْلَمُ مَا تُوَسْوِسُ بِهِ نَفْسُهُ وَنَحْنُ أَقْرَبُ إِلَيْهِ مِنْ حَبْلِ الْوَرِيدِ. إِذْ يَتَلَقَّى الْمُتَلَقِّيَانِ عَنِ الْيَمِينِ وَعَنِ الشِّمَالِ قَعِيدٌ. ما يلفظ من قول إلا لديه رقيب عتيد. صدق الله العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സ്രഷ്ടാവായ നാഥന്റെ വിധിവിലക്കുകൾക്ക് വിധേയപ്പെട്ട് യഥാർത്ഥ മുഅ്മിനുകളായി മുഅ്മിനാത്തുകളായി ജീവിച്ചു മരിക്കാൻ ശ്രമിക്കണമെന്നു ആദ്യമായി എന്നോടും തുടർന്നു നിങ്ങൾ ഓരോരുത്തരോടും വളരെ ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. മഹാകാരുണ്യവാനായ തമ്പുരാൻ നാം ഏവരെയും തുണക്കുമാറാകട്ടെ. ടെലിവിഷനും മൊബൈൽ ഫോണുമൊക്കെ നമ്മുടെ പുതിയ ജീവിത സാഹചര്യങ്ങളിൽ ഒരാഡംബരം എന്നതിനേക്കാൾ ഒരാവശ്യമായി, ചിലപ്പോഴൊക്കെ അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. തീർച്ചയായും മനുഷ്യൻ അവന്റെ ജീവിതം എളുപ്പമാക്കുന്നതിന് ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ഒക്കെ കണ്ടെത്തലുകളിലൂടെ അവൻ ഉണ്ടാക്കിയെടുത്ത ഈ ഉപകരണങ്ങൾ തീർച്ചയായും അതിനോടൊക്കെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു നിലപാടല്ല ഇസ്ലാമിൻ്റേത് എന്ന് നമുക്കറിയാം. പക്ഷെ ഇതൊക്കെ ഉപയോഗപ്പെടുത്തുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ശ്രദ്ധിക്കുകയും മറ്റെന്ത് കാര്യങ്ങളിലും എന്നതുപോലെ അങ്ങേയറ്റത്തെ ജാഗ്രത പുലർത്തുകയും ചെയ്യണം എന്ന് വിശദാംശങ്ങൾ ഒഴിവാക്കി ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്നത്തെ ഖുതുബയിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലഭിച്ചിട്ടുള്ള ജീവിത വീക്ഷണവുമായി ഈ ഉപകരണങ്ങളുടെ ഉപയോഗം പൊരുത്തപ്പെടുന്നുണ്ടോ അതോ പൊരുത്തക്കേടുകളാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഈ സന്ദർഭത്തിൽ. നമ്മുടെ ജീവിത വീക്ഷണം രൂപപ്പെട്ടിരിക്കുന്നത് ദൈവികമായ വിളംബരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്.
വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് സിദ്ധമായ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിശദീകരണങ്ങളിലൂടെ നമുക്ക് ലഭ്യമായ ദൈവിക വിളംബരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു സത്യവിശ്വാസിയുടെ ജീവിത വീക്ഷണം. അവൻ ഉയർത്തിപ്പിടിക്കുന്ന ഈ ജീവിത വീക്ഷണവുമായി നമ്മൾ ഈ പറയുന്ന ഉപകരണങ്ങളുടെ ഉപയോഗം യോജിച്ചു പോകുന്നുണ്ടോ അതോ ഇടയുന്നുണ്ടോ എന്ന് ഗൗരവത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ നിരവധി സൂക്തങ്ങളിലൂടെ ജീവിതം എന്ത് എന്നും എന്തിന് എന്നും വളരെ കൃത്യമായി നാഥൻ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. സൂറ അൽ മുൽക്ക്. ജീവിതത്തെയും മരണത്തെയും അല്ല, മരണത്തെയും ജീവിതത്തെയും, അങ്ങനെയാണ് ഖുർആന്റെ പ്രയോഗം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. മൗത്തും ഹയാത്തും, മരണവും ജീവിതവും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ലബ്ധികളെല്ലാം ഉപയോഗപ്പെടുത്തി നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ്, വിശിഷ്ടമായി ജീവിക്കുന്നത് ആരാണ് എന്ന പരിശോധനയാണ്, പരീക്ഷണമാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് അല്ലാഹു നമ്മെ അറിയിക്കുന്നു. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിലേക്ക് ഒരു അനുഗ്രഹം കടന്നു വരുമ്പോൾ, അയാൾക്കൊരു നേട്ടമുണ്ടാകുമ്പോൾ അയാളുടെ പ്രതികരണം പ്രവാചകന്മാരുടേതുപോലെ ഹാദാ മിൻ ഫളി റബ്ബി ലിയബ്ലുവനി അഅശ്കുറു അം അക്ഫുറു. ഹാദാ മിൻ ഫളി റബ്ബി, ഇതെന്റെ മാത്രം ചിന്ത കൊണ്ട്, എന്റെ ബുദ്ധി കൊണ്ട്, എന്റെ സയൻസ് കൊണ്ട്, എന്റെ ടെക്നോളജി കൊണ്ട് മാത്രം കണ്ടെത്തിയതല്ല. ഹാദാ മിൻ ഫളി റബ്ബി, ഇതെന്റെ നാഥന്റെ ഔദാര്യമാണ്, അവൻ ചൊരിഞ്ഞു തന്ന അനുഗ്രഹമാണ്. ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കുകയാണ് ഇതിലൂടെ. അശ്കുറു അം അക്ഫുറു, ഈ നേട്ടം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഈ ഉപകരണം വഴി ഇതിലൂടെ തനിക്ക് ജീവിതവും നൽകിയ റബ്ബിനോട് നന്ദി പുലർത്തുന്നവനായി, അഥവാ നിന്ദയും ധിക്കാരവും നിഷേധവും കാണിക്കുന്നവനാണോ എന്ന പരിശോധനയ്ക്ക് വേണ്ടി, എന്ന പരീക്ഷണാർത്ഥം അള്ളാഹു എനിക്ക് നൽകിയതാണ് എന്നാണ് അയാളുടെ പ്രതികരണം. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ചോദ്യങ്ങൾ ഉണ്ടാകും എന്നതല്ല, സുമ്മ ലതുസ്അലുന്ന, സുമ്മ പിന്നീട് മരണാനന്തരം നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും, വിചാരണ ചെയ്യപ്പെടുക തന്നെ ചെയ്യും. തീർച്ചയാണ്, ഉറപ്പുള്ള കാര്യമാണ്. ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ അനുഗ്രഹത്തെ സംബന്ധിച്ചും നിങ്ങൾ ചോദിക്കപ്പെടും. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. സൂറ അൽ ഇസ്രായിൽ അല്ലാഹു പറയുന്നു, നിനക്കറിവില്ലാത്ത, വിവരമില്ലാത്ത ഒന്നിന്റെ പിന്നാലെ നീ പോകരുത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തിൽ, വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ കേൾക്കണം അള്ളാഹുവിന്റെ ഈ വിളംബരം. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ, തീർച്ചയായും നിന്റെ കാത്, നിന്റെ കണ്ണ്, നിന്റെ മനസ്സ്, നിന്റെ കേൾവി, നിന്റെ കാഴ്ച, നിന്റെ ചിന്ത, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, ഇതെല്ലാം തീർച്ചയായും ഉത്തരം പറയാൻ ബാധ്യസ്ഥമായ വിഷയങ്ങളാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഉണർത്തുന്നു സൂറ അൽ ഇസ്രായിൽ. കേൾവിയെ സംബന്ധിച്ച് പറയുന്നു, വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു. മനുഷ്യനെ നാം സൃഷ്ടിച്ചു, അവന്റെ മനസ്സിന്റെ മന്ത്രണങ്ങൾ അത് വളരെ കൃത്യമായി നാം അറിയുന്നുണ്ട്. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, അവന്റെ പ്രാണഞരമ്പിനേക്കാൾ അവനോട് അടുത്തവനാണ് ഞാൻ. അല്ലാഹു പറയുകയാണ്, വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. ആരോരും ചോദിക്കാനില്ലാത്ത ഒരു പുറമ്പോക്കിലെ ജീവിതമല്ല ഒരു മനുഷ്യന്റെ ഭൂമിയിലെ ജീവിതം. ചോദിക്കാനും പറയാനും ആളുണ്ട്, വളരെ കൃത്യമായി ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ ഓരോരുത്തരും.
വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിൽ വരീദ്. ഓരോ മനുഷ്യന്റെയും കണ്ടനാടിയേക്കാൾ അവനോട് അടുത്തു നിൽക്കുന്ന ഒരു അള്ളാഹുവിന്റെ സാന്നിധ്യമുണ്ട്. ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ്. നിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും കാര്യങ്ങൾ ഏറ്റുവാങ്ങുന്ന രണ്ടുപേരുണ്ട് എന്ന കാര്യം നീ എപ്പോഴും ഓർമ്മിക്കണം. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ആ റഖീബ് അതീദ് രേഖപ്പെടുത്താതെ ഒരൊറ്റ വാക്കും ഒരു മനുഷ്യൻ ഉച്ചരിക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. മാ യൽഫിളു മിൻ ഖൗലിൻ, ഒരൊറ്റ പദവും നിന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല, അതിനേർപ്പെടുത്തപ്പെട്ട ആളുകൾ ഏറ്റുവാങ്ങി അത് രേഖപ്പെടുത്തിക്കൊണ്ടല്ലാതെ. എന്തും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ജീവിച്ചു പോകുന്ന മനുഷ്യൻ നാളെ അവന്റെ കണ്ണു തള്ളിപ്പോകുന്ന ഒരു തീക്ഷ്ണമായ കാഴ്ചയുണ്ടാകും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഖാഫ് സൂറത്തിൽ ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. വല്ലാത്ത ഒരു പറച്ചിലാണ്. അല്ലാഹു പറയുന്നു, പരലോകത്ത് ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് ഹാജരാക്കപ്പെടുമ്പോൾ അവനോട് പറയുന്നു, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ. ഇതിനെ സംബന്ധിച്ച്, ഇത്തരമൊരു നാളിനെ കുറിച്ച്, ഇത്തരമൊരു നിർണായകമായ രംഗത്തെ സംബന്ധിച്ച് നീ ഗഫ്ലത്തിലായിരുന്നു, നീ അശ്രദ്ധയിലായിരുന്നു. നീ ഒരുപാട് കാഴ്ചകളിൽ, ഒരുപാട് കേൾവികളിൽ, ഒരുപാട് ആഘോഷങ്ങളിൽ, ഒരുപാട് ആർഭാടങ്ങളിൽ നീ അങ്ങനെ മയങ്ങി ജീവിച്ചു പോരുകയായിരുന്നു ഇതുവരെ. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക. ആ അശ്രദ്ധക്ക് കാരണമായ മറയുണ്ടല്ലോ, ആ മറ, ആ തിരശ്ശീല നാം ഇതാ മാറ്റിയിരിക്കുകയാണ്. ഫബസറുകൽ യൗമ ഹദീദ്. ഇന്ന് നിന്റെ കാഴ്ച വളരെ മൂർച്ചയുള്ള കാഴ്ചയാണ്, കണ്ടോളൂ. ആ പ്രവാചകന്മാര് പറഞ്ഞ അതേ കാര്യങ്ങൾ വളരെ കൃത്യമായി സംഭവിക്കാൻ പോവുകയാണ്, ഒന്നൊന്നായി സംഭവിക്കാൻ പോകുന്നു. ഇന്ന് നിന്റെ കാഴ്ച ഇതിനോട് അന്ധരായിരിക്കുവാൻ, ഇതിനോട് അശ്രദ്ധരായിരിക്കുവാൻ, ഇതിനോട് അലസരായിരിക്കുവാൻ, ഇതിനോട് നിഷ്ക്രിയരായിരിക്കുവാൻ ഇനി നിങ്ങൾക്ക് സാധ്യമല്ല. ഫബസറുകൽ യൗമ ഹദീദ്. അല്ലാഹു പറയും, ജീവിതത്തിൽ അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് മനുഷ്യരെ വ്യതിചലിപ്പിക്കുകയും തെറ്റിക്കുകയും അധപ്പതിപ്പിക്കുകയും ചെയ്യുന്ന സംഗതികൾ അത് ഏറ്റവും വലിയ ശിക്ഷ വിളിച്ചു വരുത്തുന്നതാണ് എന്ന് ഖുർആൻ പറയും. സൂറ ലുഖ്മാൻ 6-ാം വചനം, വമിനന്നാസി മൻ യശ്തരി ലഹുൽ ഹദീസ് ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹ ഹുസുവ ഉലൈക ലഹും അദാബും മുഹീൻ. ജനങ്ങളിൽ ചിലരുണ്ട്, അല്ലാഹു പറയുകയാണ്, അവരുടെ പ്രത്യേകത മൻ യശ്തരി ലഹുൽ ഹദീസ്, വിനോദ വാർത്തകൾ വില കൊടുത്തു വാങ്ങുന്ന ആളുകൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഷയത്തിന്റെ മുമ്പിൽ നമ്മൾ ഈ ദൈവിക വിളംബരങ്ങളെ, അതിലെ പ്രവാചകൻ പറഞ്ഞ വ്യാഖ്യാനങ്ങളെ പരിഗണിക്കണം, ശ്രദ്ധിക്കണം. അല്ലാഹു പറയുന്നു, ജനങ്ങളിൽ ചിലരുണ്ട്, അവര് വില കൊടുത്ത് വിനോദ വാർത്തകൾ വാങ്ങുന്നവരാണ്. ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ, യാതൊരു വിവരവുമില്ലാതെ നാഥന്റെ വഴിയിൽ നിന്ന് ജനങ്ങളെ വ്യതിചലിപ്പിക്കുവാനും തെറ്റിക്കുവാനും അവരെ മോശക്കാരാക്കുവാനും വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ. അല്ലാഹു പറയുന്നു, വലഹും അദാബുൻ അലീം വലഹും അദാബും മുഹീൻ ഉലൈക ലഹും അദാബും മുഹീൻ. അവർക്ക് അപമാനകരമായ ശിക്ഷയാണ്, അവരുടെ അന്തസ് ഇല്ലാതാക്കി കളയുന്ന ശിക്ഷയാണ്, അവരുടെ എല്ലാം തകർത്തു കളയുന്ന ശിക്ഷയാണ്, അപമാനകരമായ മുഹീനായ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത് എന്ന് അല്ലാഹു പറയും. നമ്മുടെ നാടൻ ഭാഷയിൽ പറയാറുണ്ടല്ലോ, സ്വന്തം കാശ് കൊടുത്ത് കടിക്കുന്ന വട്ടിയെ വാങ്ങി എന്ന് പറയുന്നത് പോലെ, വമിനന്നാസി മൻ യശ്തരി ലഹുൽ ഹദീസ്, വിനോദ വാർത്തകളെ തങ്ങളെ അധപ്പതിപ്പിക്കുന്ന, അല്ലാഹുവിങ്കൽ ഏറ്റവും വലിയ ശിക്ഷക്ക് വിധേയരാക്കുന്ന, പരലോകത്തെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന വിനോദങ്ങൾ, ആ വിനോദങ്ങൾ സ്വന്തം പണം മുടക്കി വാങ്ങുന്ന ആളുകൾ. വമിനന്നാസി മൻ യശ്തരി ലഹുൽ ഹദീസ്. പ്രവാചകന്റെ കാലഘട്ടത്തിലെ വിനോദ ഉപാധികളിൽ നിന്ന് എത്രയോ വികസിച്ചിരിക്കുന്നു നമ്മുടെ കാലഘട്ടത്തിലെ വിനോദ സംഭവങ്ങൾ. അല്ലാഹു പറയുകയാണ്, അതിനെ വിലക്ക് വാങ്ങുന്ന ആളുകൾ അദാബ് മുഹീനാണ് അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ കാഴ്ചയും കേൾവിയും നമ്മുടെ മനസ്സിൽ നടക്കുന്ന വികാരങ്ങളുമെല്ലാം റബ്ബിന്റെ മുമ്പിൽ
വിശകലനത്തെ വിധേയമാക്കപ്പെടുമെന്നും വിചാരണക്ക് വിധേയമാക്കപ്പെടുമെന്നും ഉള്ള ബോധത്തിലാണ് പ്രവാചകൻ ഒരു സമാജത്തെ വളർത്തിയെടുത്തത്. അപ്പോഴാണ് അവരൊരു മാതൃകാ സമൂഹമായി മാറിയത് എന്ന് നമുക്കറിയാം. നിന്റെ ഓരോ കാഴ്ചയും നിന്റെ ഓരോ കേൾവിയും അല്ലാഹുവിങ്കൽ വിചാരണക്ക് വിധേയമാക്കപ്പെടും എന്ന ബോധത്തിൽ ഒരു സമൂഹം വളർത്തിയെടുക്കപ്പെട്ടപ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ ജീവിതം എന്ന് ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ വന്നിട്ട് പറയുകയാണ്, ഇന്നി ഹലക്തു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ ഞാൻ നശിച്ചു, ഹലാക്കിലായി, നശിച്ചു ഞാൻ. പ്രവാചകൻ ചോദിക്കുന്നു, എന്താണ് നിന്നെ നശിപ്പിച്ചത്? അപ്പോൾ ആ മനുഷ്യൻ പറയുന്നു, ഞാനൊരു കച്ചവടക്കാരനാണ്. എന്റെ കടയിൽ സാധനം വാങ്ങാൻ വന്ന ഒരു സ്ത്രീ, ഒരു യുവതി, ആ യുവതിയുടെ നിഷിദ്ധമാക്കപ്പെട്ട വിലക്കപ്പെട്ട ഭാഗങ്ങളിലേക്ക് എന്റെ കണ്ണ് കടന്നുപോയി റസൂലേ. ഒന്നല്ല പലതവണ ഞാൻ അവരുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി നോക്കിപ്പോയി. ഇന്നി ഹലക്തു യാ റസൂലല്ലാഹ്, റസൂലെ ഞാൻ നശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മുമ്പിൽ ശിക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ട് വരുന്ന മനുഷ്യരെ സൃഷ്ടിച്ചെടുത്തു. ഈ ബോധം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ അടിസ്ഥാനം നമ്മുടെ ജീവിത വീക്ഷണത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന മൗലികമായ ഈ അടിസ്ഥാനം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ പുതിയ സാഹചര്യങ്ങളിൽ നമ്മൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാവശ്യമല്ല അത്യാവശ്യമെന്ന് നമ്മൾ വാദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉപകരണങ്ങളുടെ ഉപയോഗം ഈ ജീവിത വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തുമാത്രം സൂക്ഷ്മതയോടുകൂടിയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അശ്രദ്ധയോടുകൂടിയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് ഈ ദൈവിക വിളംബരങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പരിശോധിക്കുവാൻ നമുക്ക് സാധിക്കണം. ഞാൻ ചില സൂചനകൾ മാത്രം നൽകുകയാണ്. ടെലിവിഷൻ ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ജുമാക്ക് പോലും വരുമ്പോൾ നമ്മളിൽ പലരും വന്നിട്ടുണ്ടാവുക ടിവിയോട് മാപ്പ് ചോദിച്ചുകൊണ്ടായിരിക്കും. കുറച്ചു നേരം ഒന്ന് ഒഴിവ് ചോദിച്ചിട്ട് ഇപ്പൊ ജുമ കഴിഞ്ഞിട്ട് വരാം എന്ന മനസ്സോടുകൂടിയായിരിക്കും പലരും ജുമാക്ക് പോലും വന്നിട്ടുണ്ടാവുക. ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം ടിവിയാണ്. ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. മുമ്പ് വീടിന്റെ ഉള്ളിലായിരുന്നു ടിവി. ഇപ്പൊ വീടിനുള്ളിൽ മാത്രമല്ല, വീടിനുള്ളിൽ ഒരു പ്രധാനപ്പെട്ട ഹാളിലല്ല, പറ്റുമെങ്കിൽ എല്ലാ മുറികളിലും ടെലിവിഷൻ എന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ എവിടെയൊക്കെ സഞ്ചരിക്കുന്നുവോ അവിടെയൊക്കെ ടെലിവിഷനുണ്ട്. അത് കടകളിൽ, ചായക്കടകളിൽ, കമ്പനികളിൽ, ഓഫീസുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ എന്നുവേണ്ട മനുഷ്യൻ എവിടെയൊക്കെ കൂടുന്നുവോ അവിടെയൊക്കെ ടെലിവിഷനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിത വീക്ഷണത്തിന് വിരുദ്ധമായിട്ടാണോ ഇതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ടിവി ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഞാൻ ഈ അടുത്ത് വായിച്ച ഒരു മാസികയിൽ വന്ന ഒരു കഥ, ഒരു കുട്ടിയുടെ കഥ അതിൽ പറയുന്നുണ്ട്. വളരെ ചെറിയ ക്ലാസ്സിൽ ടീച്ചർ ചോദിച്ചു, നിങ്ങളുടെ മുമ്പിൽ ഇപ്പോ ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടാൽ കുട്ടികളെ നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുക? എന്ത് വരമാണ് ചോദിക്കുക? അത് നിങ്ങളൊരു കുറിപ്പായി എഴുതുക. അങ്ങനെ കുട്ടികളിൽ നിന്ന് കിട്ടിയ, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടികളിൽ നിന്ന് കിട്ടിയ കുറിപ്പുകളുമായി ടീച്ചർ വീട്ടിലിരുന്ന് വൈകിട്ട് ഈ കുറിപ്പുകൾ ഓരോന്ന് പരിശോധിക്കുകയാണ്. ഒരു കുറിപ്പ്, ഒരു കുട്ടി എഴുതിയ ഒരു കുറിപ്പ് വായിച്ചിട്ട് ടീച്ചർ വല്ലാതെ അവരുടെ കണ്ണ് നനഞ്ഞുപോയി. കുട്ടി എഴുതിയിരിക്കുന്നത്, ദൈവമേ എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, നീ എന്നെ ഒരു ടിവിയാക്കി മാറ്റണം, എന്നെ ഒരു ടിവിയാക്കി മാറ്റണം. അതിന് കാരണം വിശദീകരിക്കുന്നത്, ടിവി ആയാൽ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറുമല്ലോ, എന്റെ ചുറ്റുപാട് എപ്പോഴും ആളുണ്ടായിരിക്കുമല്ലോ, എന്റെ വീട്ടിൽ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ, എല്ലാവരും ശ്രദ്ധിക്കുന്ന ഇടത്തായിരിക്കുമല്ലോ എന്നെ സ്ഥാപിക്കുക. ഏറ്റവും വൈകി തളർന്ന് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നാൽ പോലും അച്ഛൻ എന്നോടൊപ്പം കുറെ സമയം ചിലവഴിക്കുമല്ലോ. ഏറ്റവും ദേഷ്യം പിടിച്ചു നിൽക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ പോലും അമ്മ എന്നെ അവഗണിക്കുകയില്ലല്ലോ. എന്റെ ചേട്ടന്മാരും ചേച്ചിമാരും എന്റെ ചുറ്റുമുണ്ടായിരിക്കുമല്ലോ. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിയുമല്ലോ. അതുകൊണ്ട് ദൈവമേ എന്നെ ഒരു ടിവിയാക്കി മാറ്റണേ എന്നാണ് കുട്ടിയുടെ കുറിപ്പ്. ഇത് വായിച്ചിട്ട് ഈ ടീച്ചറുടെ കണ്ണ് നനഞ്ഞ് ഭർത്താവിനെ കാണിച്ചു കൊടുത്തു. അപ്പൊ ഭർത്താവ് പറഞ്ഞു, എന്തൊരു ക്രൂരതയാണ് ആ മാതാപിതാക്കൾ ഈ കുട്ടിയോട് ചെയ്യുന്നത്. അപ്പോഴാണ് ടീച്ചർ വല്ലാത്ത കഥനത്തോടുകൂടി പറഞ്ഞു, ഈ കുറിപ്പ് എഴുതിയിരിക്കുന്ന ആരാണെന്നറിയാമോ? നമ്മുടെ കുട്ടിയാണ് എഴുതിയിരിക്കുന്നത് എന്ന്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായി ടിവി മാറിയിട്ടുണ്ട്. നമ്മൾ ആലോചിക്കണം, ഒരു വിശ്വാസി എന്ന നിലയിൽ
ഞാൻ നേരത്തെ സൂചിപ്പിച്ച ദൈവികമായ വിളംബരങ്ങളുടെ വെളിച്ചത്തിൽ, നമ്മൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത വീക്ഷണങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ടെലിവിഷനോട് സ്വീകരിക്കുന്ന സമീപനം ഇസ്ലാമികമാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. അത് ഹറാമാണെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. തീർച്ചയായും കാലഘട്ടത്തിന്റെ ഇത്തരം സൗകര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. പക്ഷെ ഉപയോഗപ്പെടുത്തുമ്പോൾ ഒരു വിശ്വാസിയുടെ അന്തസ്സ് പാലിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. എത്ര സമയം നിങ്ങൾ TV കാണും? നമ്മൾ ഓരോരുത്തരും പരിശോധിക്കും. നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ ഭാര്യ എത്ര സമയം ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്നു? ഒരു അമേരിക്കക്കാരനെ പോലെ ശരാശരി 4.5 മണിക്കൂറാണ് അമേരിക്കക്കാരൻ ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്നതെന്നാണ് പഠനം. 4.5 മണിക്കൂർ. നമ്മൾ പരിശോധിച്ച് നോക്കും. 4.5 മണിക്കൂർ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 7 ദിവസം ഒരു 31 മണിക്കൂർ. ഒരു കൊല്ലം എത്ര ദിവസം എന്നാലോചിക്കും. ഒരായുസ്സിൽ എത്ര വർഷം എന്നാലോചിക്കും. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആയുസ്സിൽ ഒരു 15-20 കൊല്ലം ഈ ടിവിയുടെ മുമ്പിൽ നിഷ്ക്രിയനായിരിക്കുന്നതിനെ കുറിച്ചൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അഫഹസിബതും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. വിശുദ്ധ ഖുർആൻ, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ, നിങ്ങൾ വെറുതെ ഇരിക്കാനാണോ നാം സൃഷ്ടിച്ചത്? അത്തരമൊരു വിചാരം നിങ്ങൾക്കുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നമ്മിലേക്ക് മടക്കപ്പെടുകയില്ല എന്ന ബോധം നിങ്ങൾക്കുണ്ടോ എന്ന അള്ളാഹുവിന്റെ ചോദ്യം. ജീവിതത്തിൽ ഒരു 20 കൊല്ലം ടിവിയുടെ മുമ്പിൽ നിശ്ചലനായി നിഷ്ക്രിയനായി ഇരിക്കുന്ന ഒരു വിശ്വാസിയുടെ ചിത്രം നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചും ചിന്തിച്ചു നോക്കും. എത്ര മണിക്കൂർ നമ്മൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്? വളരെ ഗൗരവത്തിൽ എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? എത്ര സമയം കാണുന്നു എന്നതുപോലെ പ്രധാനമായി എന്താണ് നമ്മൾ ടിവിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? ചാനലുകളൊക്കെ തിരിച്ച് നമ്മൾ എന്തെന്ത് ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? പ്രയോജനകരമായ ദൃശ്യങ്ങളാണോ? എന്തുതരം സിനിമകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? സിനിമ എല്ലാം ഹറാമാണ് എന്ന് വിവേകമുള്ള ഒരു പണ്ഡിതനും പറയില്ല. കാരണം അത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു പ്രചരണ വിജ്ഞാന മാധ്യമമാണ്. സിനിമ എന്ന് പറയുന്ന കലാരൂപം അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായിട്ട് ഹറാമല്ല. ഒരു ഗ്ലാസ് ഹറാമല്ലാത്തതുപോലെ ഒരു ഗ്ലാസ് അത് ഹറാമല്ലല്ലോ. ഗ്ലാസ്സിൽ നിങ്ങൾ കള്ളൊഴിക്കുമ്പോൾ, ഗ്ലാസ്സിൽ നിങ്ങൾ ചായ ഒഴിക്കുമ്പോൾ, പാലൊഴിക്കുമ്പോൾ, വെള്ളമൊഴിക്കുമ്പോൾ അതിന്റെ വിധികൾ വ്യത്യസ്തമാകുന്നത് പോലെ സിനിമ എന്ന് പറയുന്ന കലാരൂപം ഉപയോഗപ്പെടുത്തി എന്തിനു വേണ്ടി ഒരാൾ ശ്രമിക്കുന്നു, അതിലൂടെ തിന്മ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഹറാമായി മാറുന്നു. ഒരു കലാരൂപത്തിൽ നിന്ന് ദീനിയല്ലാത്ത, ഇസ്ലാമികമല്ലാത്ത, മാനവികമല്ലാത്ത ചീത്ത അനുഭൂതികളാണ് ഒരാൾക്കുണ്ടാകുന്നതെങ്കിൽ അതവിടെ ഹറാമായി മാറുന്നു. അതല്ല ഇസ്ലാമികമായ അനുഭൂതിയാണെങ്കിൽ അത് ഹലാലായി മാറുന്നു. വളരെ ഗൗരവത്തെ നമ്മൾ തിരിച്ചറി. നീ എന്തുതരം സിനിമകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? സെക്സും വയലൻസും കുത്തിനിറച്ച എല്ലാവിധ തിന്മകൾക്കും പ്രേരകമായി തീരുന്ന ഏറ്റവും വലിയ വാണിജ്യ സിനിമകളാണോ മണിക്കൂറുകളോളം നീ കണ്ടുകൊണ്ടും കാണിച്ചുകൊണ്ടുമിരിക്കുന്നത്? വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. വിശുദ്ധ ഖുർആൻ സിഹിറിനെ കുറിച്ച് പറഞ്ഞ ഒരു വാചകം പലപ്പോഴും എനിക്ക് ഓർമ്മ വരാറുണ്ട്. സിനിമ കാണുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വയതഅല്ലമൂന മാ യദുറുഹും വലാ യൻഫഉഹും, സൂറ അൽ-ബഖറ 102-ാമത്തെ വചനം. അല്ലാഹു പറയുന്നു, സിഹിർ അവർ പഠിച്ചു. വയതഅല്ലമൂന മാ യദുറുഹും, ഉപദ്രവകരമായ വിജ്ഞാനം, ഉപദ്രവകരമായ അറിവ്. വലാ യൻഫഉഹും, അവർക്കൊരു പ്രയോജനവും ചെയ്യാത്ത അറിവ്, അവർക്ക് ജീവിതത്തിൽ ഒരു ഉപകാരവും ചെയ്യാത്ത എന്നാൽ ഉപദ്രവം വേണ്ടുവോളം ചെയ്യുന്ന ഒരു വിദ്യയാണ് അവർ പഠിച്ചെടുത്തത് എന്ന് സിഹിറിനെ കുറിച്ച് പറഞ്ഞതുപോലെ എന്താണ് സിനിമയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പകർത്തിക്കൊണ്ടിരിക്കുന്നത്? വളരെ ഗൗരവത്തിൽ നമ്മൾ പരിശോധിക്കണം. മദ്യം നിഷിദ്ധമാക്കി വിശുദ്ധ ഖുർആൻ. നിഷിദ്ധമാക്കിയപ്പോൾ ഖുർആൻ പറഞ്ഞ ഒരു കാരണം ഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ, അതിന്റെ ഉപകാരത്തെക്കാൾ എത്രയോ കൂടുതലാണ് അതിന്റെ ഉപദ്രവം. ഒരാളെ മദ്യപിച്ചാൽ ചില പ്രയോജനങ്ങളുണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മനാഫിഉൽ ലിന്നാസ്, ചില ചില്ലറ പ്രയോജനങ്ങളൊക്കെ ഉണ്ട്. മദ്യപിച്ച ഒരാൾക്കുണ്ടാവുന്ന ധൈര്യം വേറൊരാൾക്കുണ്ടാവില്ലല്ലോ. ഏത് ഐക്യരാഷ്ട്രസഭയെയും അയാൾ ചോദ്യം ചെയ്യും. ഒരാളെയും പേടിയില്ല. മദ്യപിച്ച ഒരുത്തന്റെ ഒരു ധൈര്യമാണ്. അയാൾ നല്ല ബോധത്തിലല്ല. ഖുർആൻ പറഞ്ഞു മനാഫി, ചില ചില്ലറ പ്രയോജനങ്ങളുണ്ട്. ചില്ലറ പ്രയോജനങ്ങളില്ലാത്ത ഒന്നിനും ഭൂമിയിൽ നിലനിൽക്കാൻ സാധ്യമല്ല. എല്ലാ തിന്മകളിലും ചെറിയ നന്മകളുണ്ടായിരിക്കും. പക്ഷേ ഈ സുമുഹുമ അക്ബറു മിൻ നഫ്ഇഹിമ, അതിന്റെ പ്രയോജനത്തെക്കാൾ എത്രയോ ഭയങ്കരമാണ് അതിന്റെ ഉപദ്രവങ്ങൾ. വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് മദ്യം ഹറാമാണെന്ന് പറഞ്ഞു. പ്രിയമുള്ളവർ, ഇത് നമ്മൾ ടെലിവിഷനിലേക്കൊന്ന് താരതമ്യം ചെയ്തു നോക്കുക. നിങ്ങൾ ഈ TV കാണുന്നതിലൂടെ, സിനിമ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രയോജനവും നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും മക്കളിലും അവരുടെ മനസ്സുകളിലുമൊക്കെ ഉണ്ടാകുന്ന ഉപദ്രവങ്ങളും ചിന്തിച്ചു നോക്കുക.
ഉപദ്രവമാണോ കൂടുതൽ, ഉപകാരമാണോ എന്ന് വളരെ ഗൗരവത്തിൽ പരിശോധിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ കുട്ടികൾ അവരെന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? പ്രയോജനമുള്ളതാണോ? പ്രയോജനമുള്ള ധാരാളമുണ്ട്. നല്ല നല്ല ചാനലുകളുണ്ട്, അതിൽ ഒരുപാട് പഠിക്കാനുള്ളതുണ്ട്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഒട്ടകങ്ങളിലേക്ക് നോക്കൂ എന്ന് ഖുർആൻ പറയുന്നു. ഒട്ടകത്തെ മരുഭൂമിയിൽ പോയിട്ട് നോക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാഹചര്യമില്ല. ഒട്ടകത്തെ കാണിച്ചു കൊടുക്കാൻ ചില ചാനലുകൾ തുറന്നാൽ ജീവജാലങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാം. ശാസ്ത്രീയമായ ഒരുപാട് ഉൾക്കാഴ്ചകൾ ഉണ്ടാക്കാം. അള്ളാഹുവിന്റെ പ്രകൃതിയെ കൃത്യമായി തിരിച്ചറിയാനുള്ള ധാരാളം പഠന പരിപാടികളുണ്ട്, സിനിമകളുണ്ട്, കലാരൂപങ്ങളുണ്ട്. ഇതാണോ നിങ്ങൾ കുട്ടികളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അതോ ഒരു വിവേചനവുമില്ലാതെ കുട്ടിയുടെ കയ്യിൽ റിമോട്ട് കൺട്രോൾ കൊടുത്തിട്ട് കുട്ടിയാണോ ഇതൊക്കെ ചാനലുകൾ മാറ്റി മാറ്റി കണ്ടുകൊണ്ടിരിക്കുന്നത്? വളരെ ഗൗരവത്തിൽ വിശ്വാസിയായ രക്ഷിതാവ് ചിന്തിക്കേണ്ട വിഷയമാണ് എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുപോലെ എത്ര സമയം നമ്മുടെ കുട്ടികൾ കാണുന്നു എന്ന്. ചെറുപ്പത്തിൽ പഠനങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്ന പഠനങ്ങളാണ്. ചെറുപ്പത്തിൽ TV കണ്ടു തുടങ്ങുന്ന ഒരു കുട്ടി 18 വയസ്സ് തികയുമ്പോൾ ചുരുങ്ങിയത് 16,000 കൊലപാതകം കാണുന്നു എന്നാണ് പഠനം. 16,000 കൊലപാതകം. നമ്മൾ ചിന്തിച്ചു നോക്കൂ. 2 ലക്ഷം അതിക്രമ രംഗങ്ങൾ അവൻ കാണുന്നു എന്നാണ് പറയുന്നത്. 16,000 കൊലപാതകങ്ങൾ കാണുന്ന ഒരു കുട്ടിയുടെ മനസ്സ്, കാണുന്നതൊന്നും മനസ്സിൽ നിന്ന് ഇല്ലാതാകുന്നില്ല. നമ്മളറിയണം, ചിലതൊക്കെ ഇങ്ങനെ മണ്ണ് പൊതിഞ്ഞു കിടക്കും. ആ മണ്ണ് പൊതിഞ്ഞു കിടക്കുന്ന ഒരു സാധനം മഴ വന്നല്ലെങ്കിൽ വെള്ളം വീഴുമ്പോൾ തെളിഞ്ഞു കാണുന്നത് പോലെ മനുഷ്യന്റെ മനസ്സിൽ അവൻ കാണുന്നതെല്ലാം അവന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ, അവന്റെ ഉപബോധ മനസ്സിൽ ശേഖരിക്കപ്പെടുകയാണ്. അത് പിന്നീട് അനുകൂലമായ ഒരു സാഹചര്യം വരുമ്പോൾ ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയില്ല എന്ന് എന്തുറപ്പാണ് നമ്മൾക്കുള്ളത്? വളരെ ഗൗരവത്തിൽ നമ്മൾ പരിശോധിക്കണം. അങ്ങനെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ അതിനെ നിയന്ത്രിക്കാനും അതിനെ നിശേഷം നശിപ്പിക്കാനും അള്ളാഹുവിന്റെ വഴിയിൽ കൊണ്ടുപോകാനും കഴിയുന്ന ധാർമ്മിക ബോധം, ദീനീബോധം, പരലോക ചിന്ത നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടോ? വളരെ ഗൗരവത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഒരു പരിഹാരം കണ്ടെത്തുവാൻ നമ്മൾ സന്നദ്ധമാകണം. ടെലിവിഷൻ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ, ഞാൻ പറയുന്നത് നമ്മൾ അതൊക്കെ ഗൗരവത്തിൽ ചിന്തിച്ചുകൊണ്ട് നമ്മൾ തന്നെ അതിന്റെ പരിപാടികളും പ്രോഗ്രാമുകളൊക്കെ കണ്ട് ഒരു വിശ്വാസിയായ രക്ഷിതാവ് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കണം, ഒരു പാക്കേജ് ഉണ്ടാക്കണം, പ്രോഗ്രാമുകൾ സെലക്ട് ചെയ്യണം. ഒരു നല്ല പരിപാടിയുണ്ട് ഇന്ന ചാനലിൽ, അത് നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം. ഉമ്മയും ബാപ്പയും കുട്ടികളൊക്കെ കൂടി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് കാണാം. തീർച്ചയായും അവിടെ അപകടങ്ങൾ ഉണ്ടാവുകയില്ല. അത് പ്രയോജനം ചെയ്യുന്നതായിരിക്കും. അതല്ല, ഒരു നിയന്ത്രണവുമില്ലാതെ കൊച്ചുകുട്ടി 3 വയസ്സുള്ള കുട്ടി കരയുമ്പോ ടെലിവിഷൻ ഓൺ ചെയ്തിട്ട് എന്നാ കുട്ടി എവിടെ ഇരുന്ന് കരച്ചിൽ മാറിക്കോളുമല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു ബോധത്തിൽ നിന്ന് ഒരുപാട് ഉയർന്ന് ഒരു സത്യവിശ്വാസിയുടെ ബോധ നിലവാരത്തിലേക്ക് എത്തുവാൻ നമ്മുടെ സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും കഴിയണം എന്ന് മാത്രമാണ് അത് സംബന്ധമായി സൂചിപ്പിക്കുന്നത്. മൊബൈൽ ഫോൺ ഞാൻ സൂചിപ്പിക്കേണ്ടതില്ലല്ലോ. നിസ്കാരം ഇപ്പൊ ഞാൻ മെമ്പറിലേക്ക് കയറുമ്പോഴാണ് എന്റെ മൊബൈൽ ഫോൺ സൈലന്റിലാക്കിയത്. നമ്മുടെ ഒരു അവയവം മാതിരിയാണ്. നമ്മുടെ കയ്യും കാലം എന്നതുപോലെ ശരീരത്തിന്റെ ഒരു അവയവം പോലെ ഇപ്പോൾ മൊബൈൽ ഫോൺ മാറിയിട്ടുണ്ട്. തീർച്ചയായും ഈ ഉപകരണം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? ഒരു മഹാദുരന്തം ഇപ്പോൾ ഇവിടെ സംഭവിക്കുമായിരുന്നല്ലോ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് രംഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായും ഇത് വലിയ അനുഗ്രഹമാണ് മൊബൈൽ ഫോണിന്റെ കണ്ടുപിടുത്തം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി ഇസ്മുഹുമ അക്ബറു മിൻ നഫ്ഇഹിമ എന്ന് ഓരോരുത്തരുടെ വ്യക്തിപരമായ അനുഭവമാണ്. നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗം കൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് ഉപകാരമാണോ ഉപദ്രവമാണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. വിവരങ്ങൾ കൈമാറാനുള്ള ഒരു ഉപകരണം എന്നതിലുപരി എല്ലാ വൃത്തികേടുകളും അടക്കം ചെയ്ത ഒരു ചെപ്പായി നമ്മുടെ ഈ ഉപകരണം മാറിയിട്ടുണ്ട്. എല്ലാ വൃത്തികേടുകളും കേൾക്കാൻ മാത്രമല്ല കാണാനും. എത്രയോ മെസ്സേജുകളെ കുറിച്ചൊക്കെ പറഞ്ഞ ഒരു കുത്തുബ അതിനുവേണ്ടി തന്നെ നടത്തണം. മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജുകൾ നമുക്ക് ആഗ്രഹമില്ലെങ്കിൽ തൗഅൻ വ കറഹൻ എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ സ്വമേധയ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കാതെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് പണമടച്ചിട്ട് വരുന്നതും പണമടക്കാതെ വരുന്നതുമായ എത്രയോ വൃത്തികെട്ട മെസ്സേജുകളാണ്, SMS-കളാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ബോറടിച്ചോ? എങ്കിൽ ബോളിവുഡിലെ നഗ്നസുന്ദരിമാരെ ഡൗൺലോഡ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകൾ. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട SMS-കളും ചിത്രങ്ങളും ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഇപ്പൊ എല്ലാ കച്ചവടവും മൊബൈലിലൂടെയാണ് നടക്കുന്നത്. റിയൽ എസ്റ്റേറ്റിനെ കുറിച്ചല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. എല്ലാ കച്ചവടങ്ങളും ജോത്സ്യം മുതൽ പെൺവാണിഭം വരെ എന്ന് പറയാം. ജോത്സ്യം മുതൽ പെൺവാണിഭം വരെ ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ സഹോദരിമാർ അവർ പുറത്തേക്കിറങ്ങിയാൽ ഒരു ഹോട്ടലിൽ പോയി ടോയ്ലറ്റിൽ പോകാൻ പേടിക്കുന്ന രീതിയിലേക്ക്
ഈ ഉപകരണത്തിന്റെ ഉപയോഗം വളരെ മോശമായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. എപ്പോഴാണ് തങ്ങൾ ഒളിക്യാമറയിൽ മൊബൈൽ ഫോണിൽ പകർത്തപ്പെടുന്നത് എന്ന പേടിയോടുകൂടി, ദുരന്ത ചിന്തയോടുകൂടിയല്ലാതെ ഒരു സ്ഥാപനത്തിൽ ഇന്റർവ്യൂവിന് പോകാൻ പോലും നമ്മുടെ പെൺകുട്ടികൾക്ക് സാധ്യമല്ലാത്ത രീതിയിൽ ഈ ഉപകരണം ഏറ്റവും വഷളായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അശ്ലീല മെസ്സേജുകൾ, സംസ്കാര സമ്പന്നരെന്ന് കരുതുന്ന, പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്ന ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സങ്കല്പിച്ചു നോക്കൂ, എത്രമാത്രം ഭീഷണമായ ഒരു ദുരന്തമാണ്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശത്തു ഫില്ലദീന ആമനൂ. വിശുദ്ധ ഖുർആൻ പറയുന്നു, സത്യവിശ്വാസികൾക്കിടയിൽ അശ്ലീലം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന, അതൊരു കൗതുകമായി കാണുന്ന ആളുകൾ മനസ്സിലാക്കണം, ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ. ഈ ലോകത്തും പരലോകത്തും അവർക്ക് വേദനിപ്പിക്കുന്ന ശിക്ഷയാണ് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അല്ലാഹു എല്ലാം അറിയുന്നു, നിങ്ങൾ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. സൂറത്ത് നൂറിൽ അല്ലാഹു പറയുന്നു. മൊബൈലിലൂടെ കേൾക്കുന്നതും മൊബൈലിലൂടെ നമ്മൾ പറയുന്നതും ഇതിനെ സംബന്ധിച്ച് വളരെ ജാഗ്രത പുലർത്തണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. വിശേഷിച്ച് നമ്മുടെ പെൺകുട്ടികളും സഹോദരിമാരും വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. മൊബൈൽ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ നിലപാടെന്തായിരിക്കണം, ആ സംസാരത്തിന്റെ സ്വരം എന്തായിരിക്കണം? വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി വെളിച്ചം നമുക്ക് നൽകിയിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞല്ലോ, ഇനി തഖൈതുന്ന, നിങ്ങൾ തഖ്വയുള്ളവരാണെങ്കിൽ, നിങ്ങൾ ദൈവബോധമുള്ളവരാണെങ്കിൽ, നിങ്ങൾ മുഅ്മിനാത്തുകളാണെങ്കിൽ, ഫലാ തഖ്ലഅന ബിൽ ഖൗൽ, സംഭാഷണത്തിൽ പിന്നെ കുഴഞ്ഞു സംസാരിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഫലാ തഖ്ലഅന ബിൽ ഖൗൽ, കൊഞ്ചിക്കുഴഞ്ഞുള്ള സംസാരം പാടില്ല. ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, അങ്ങനെയാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? മനസ്സിൽ രോഗമുള്ള ധാരാളം പുരുഷന്മാരുടെ സമൂഹത്തിൽ ആ രോഗമുള്ള ആളുകൾക്ക് മോഹമുണ്ടാക്കാൻ നിങ്ങളുടെ ആ സംഭാഷണവും നിങ്ങളുടെ ആ സ്വരവും ശൈലിയും ഒക്കെ കാരണമായി തീരും. വളരെ ഗൗരവത്തിൽ നമ്മൾ ഉൾക്കൊള്ളണം. ഫലാ തഖ്ലഅന ബിൽ ഖൗൽ, കൊഞ്ചിക്കൊഴിഞ്ഞ് വളരെ മാന്യമായ വഖുൽന ഖൗലൻ മഅറൂഫ, വഖുൽന ഖൗലൻ മഅറൂഫ, നല്ല കുലീനയായ മാന്യയായ ഒരു സ്ത്രീക്ക് യോജിച്ച സംഭാഷണ ശൈലി മാത്രമേ, സ്വരം മാത്രമേ നീ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി സൂറ അൽ അഹ്സാബിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ വിശദീകരിക്കേണ്ടത് നമ്മുടെ പെൺകുട്ടികളോടും സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളോട് രണ്ടു വാക്ക് നിങ്ങളൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ, കുട്ടികൾ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ ശരീരഭാഷ, അവരുടെ ആംഗ്യങ്ങൾ, അവരുടെ ശൈലികൾ, ഇതൊക്കെ വേറെ എന്തിൽ നിന്നോ നേരെ പകർത്തിയതാണ്. ആ ശൈലിയുമായി സിനിമകളിൽ കണ്ട, റിയാലിറ്റി ഷോകളിൽ കണ്ട, ഒരുപക്ഷെ തീർത്തും മറ്റുള്ളവരിൽ മോഹം ജനിപ്പിക്കുന്ന വൃത്തികെട്ട രീതിയിലുള്ള, സെക്സ് അപ്പീൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളും ശൈലികളുമാണല്ലോ നമ്മുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സ്മാർട്ട്നെസ് ആയിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. കുട്ടി വളരെ സ്മാർട്ടാണെന്ന് പറയും. ഒരുപാട് അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. തീർച്ചയായും അവരുടെ ഷെറും ഹൈറും ശരിയായി തീരുമാനിക്കാനും നിരീക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വളരെ ഗൗരവത്തിൽ നമ്മൾ ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില ആളുകൾക്ക് ദീനിനോടൊക്കെ വലിയ പ്രതിപത്തിയുള്ള ചില ആളുകൾ അവരുടെ ദീനീ പ്രതിബദ്ധത മൊബൈൽ ഫോണിലൂടെ തെളിയിക്കാൻ ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അവരുടെ റിംഗ് ടോണൊക്കെ വിശുദ്ധ ഖുർആനാണ്. മൊബൈലിൽ അവരുടെ റിംഗ് ടോൺ വിശുദ്ധ ഖുർആനാണ്. ഇത്തരത്തിലുള്ള ഒരു ദീനീ പ്രതിബദ്ധത കാണിക്കരുത് എന്ന് മാത്രമാണ് വളരെ വിനയത്തോടുകൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹുവിന്റെ കലാമിനെ ഇത്ര നിസ്സാരീകരിക്കുന്ന, ഇത്ര ലാഘവബുദ്ധിയോടുകൂടി എടുക്കുന്ന ഒരു സമീപനം സത്യവിശ്വാസികളുടെ ഭാഗത്തൊന്നും ഉണ്ടായിക്കൂടാ. വളരെ വില കൂടിയ കാറുകളിൽ സഞ്ചരിക്കുന്ന ആളുകൾ, ആ കാറിന്റെ ഡോർ അങ്ങോട്ട് തുറക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലെ ഏതോ ഭാഗം ഇങ്ങനെ ഒഴുകി വരും. എന്നിട്ട് കയറിയ ആളും ഓടിക്കുന്ന ആളൊക്കെ കൂട്ടി സംസാരിച്ച് അവരങ്ങനെ പോകും. വിശുദ്ധ ഖുർആൻ കൊടുക്കേണ്ട പരിഗണന നമ്മൾ കൊടുക്കണം. അത് നിന്റെ കാറിലെ സ്റ്റീരിയോ പിന്നെ പാട്ടാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. നിന്റെ മൊബൈൽ ഫോണിലെ റിംഗ് ടോണാക്കി മാറ്റേണ്ട ഒരു സംഗതിയല്ല. വിശുദ്ധ ഖുർആനിനേക്കാൾ എത്രയോ ഉപരിയായി കൽപ്പിക്കേണ്ട, അള്ളാഹുവിന്റെ ജലാലത്തിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ഗാംഭീര്യത്തെക്കുറിച്ച് ബോധമുള്ള ഒരു മനുഷ്യൻ, പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞല്ലോ, ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഈ വിശുദ്ധ ഖുർആൻ അള്ളാഹു ഒരു മലയുടെ, ഒരു പർവ്വതത്തിന്റെ മുകളിലാണ്, ഒരു ഹിമാലയത്തിന്റെ മുകളിലാണ് അവതരിപ്പിച്ചിരുന്നതെങ്കിൽ ആ പർവ്വതം തകർന്നുപോയേനെ. വിശുദ്ധ ഖുർആനിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട്, വിശുദ്ധ ഖുർആൻ ഒരാൾ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വത്തിന്റെ ഭാരം ഉൾക്കൊണ്ടുകൊണ്ട്
അത് താങ്ങാനാവാതെ ഒരു മല തകർന്നു പോകും. വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഇങ്ങനെയുള്ള വിശുദ്ധ ഖുർആനാണ് നമ്മൾ പലപ്പോഴും നിസാരീകരിച്ച് വളരെ ലാഘവബുദ്ധിയോടുകൂടി അള്ളാഹുവിന്റെ കലാമിനെ കൈകാര്യം ചെയ്യുന്നത്. ഉഫരീഖും ഫിൽ ജന്ന ഉഫരീഖും ഫിസ് സഈർ. അന്തിമമായി വിധി വരുമ്പോൾ പരലോകത്ത് ഇതാ ഒരു വിഭാഗം സ്വർഗത്തിൽ, ഒരു വിഭാഗം നരകത്തിൽ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ അവസാനത്തെ റിസൾട്ട് പ്രഖ്യാപനം വരുമ്പോൾ എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന ആയത്ത് ഉഫരീഖും ഫിൽ ജന്ന ഉഫരീഖും ഫിസ് സഈർ എന്ന് കേട്ടിട്ട് അബൂബക്കർ സിദ്ദീഖ് വീണുപോയിന. നമുക്ക് ഇത് കേൾക്കുമ്പോൾ വീണുപോവുകയല്ല, നമുക്കൊരു വീണവായന മാതിരിയാണ്. നല്ലൊരു റിംഗ് ടോൺ എന്ന് പറയുന്നു. അങ്ങനെ ഒരു സംഗീതമായിട്ട് നമ്മൾ കേൾക്കുകയാണ്. ഫഅൻദർതുകും നാറൻ തലല്ല. കത്തി കാളുന്ന നരകത്തിന്റെ അഗ്നിജ്വാലകളെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഫഅൻദർതുകും നാറൻ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയൊരു സൂക്തം. പക്ഷെ 6236 വചനങ്ങൾ പരിശോധിച്ചാൽ ഇത്ര ഗൗരവമുള്ള ഒരു താക്കീത് ഖുർആനിൽ കാണുകയില്ല. ഫഅൻദർതുകും നാറൻ തലല്ല. ഈ ഖുർആനാണ് നമ്മൾ പലപ്പോഴും സംഗീതമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയല്ല ദീനീ പ്രതിബദ്ധത കാണിക്കേണ്ടത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ടെലിവിഷനായാലും ടെലിഫോണായാലും മൊബൈൽ ഫോണായാലും നമ്മുടെ ആധുനിക ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഈ ഉപകരണങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുമ്പോൾ ഒരു സത്യവിശ്വാസിയായിക്കൊണ്ട് ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ വിവേകത്തോടുകൂടി അത് ഉപയോഗപ്പെടുത്താനുള്ള മഹത്തായ ബുദ്ധി തന്ന് വിവേകം തന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയങ്ങളിലൊക്കെ വന്നുപോകുന്ന വീഴ്ചകൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. കൂടുതൽ സൂക്ഷ്മതയോടുകൂടി മുമ്പോട്ട് പോകാൻ അല്ലാഹു നമ്മെ തുണക്കുമാറാകട്ടെ.